ദിവനാസിയോസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്തുക, നവീകരണത്തിനെതിരായി മലങ്കര സഭയെ ശക്തിപ്പെടുത്തുക, ഇതായിരുന്നു പാത്രികീസ് ബാവയുടെ പ്രധാനപ്പെട്ട സന്ദർശന ഉദ്ദേശമെന്ന് പറയുന്നു. എന്തൊരു പാപം ആ ചാച്ചനെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ചുമ്മാ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഈ 74-ാമത്തെ വയസ്സിൽ പത്രോസ് പാത്രികീസ് ബാവയ്ക്ക് മലങ്കരയിൽ നിന്ന് കത്ത് കിട്ടുമ്പോൾ ഇവിടുത്തെ ദുഷ്കരമായ സാഹചര്യങ്ങളെ പറ്റി ഗ്രഹിച്ചറിഞ്ഞ പാത്രികീസ് ബാവയ്ക്ക് മനസ്സിലായി താൻ മലങ്കരയിലോട്ട് ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ അദ്ദേഹം വളരെ ദീർഘകരവും ക്ലേശകരവുമായ ക്ലേശപൂർണമായ ഒരു യാത്ര ഇംഗ്ലണ്ടിലേക്ക് നടത്തി. ഇംഗ്ലണ്ടിൽ വളരെ ദുഷ്കരമായ പ്രതികൂലമായ കാലാവസ്ഥയിൽ, നിങ്ങൾക്കറിയാം, തുർക്കിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലണ്ടിൽ മാസങ്ങളോളം കാത്തു കിടന്നു. അവിടെ ആദ്യം പോയി കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും എല്ലാം നിഷേധാത്മകമായിരുന്നു. ക്ഷമാപൂർവ്വം കാത്തിരുന്ന അവസാനം വിക്ടോറിയ രാജ്ഞിയുടെ ഒരു കാണുവാനുള്ള അനുവാദം കിട്ടി. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ വിക്ടോറിയ രാജ്ഞിക്ക് വലിയ ഇംപ്രഷൻ തോന്നി. ആ കാഴ്ചയെപ്പറ്റി വിക്ടോറിയ രാജ്ഞി എഴുതിയിരിക്കുന്നത് പുരാതനമായ നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്ന കഥാപാത്രങ്ങളിൽ ആരോ ഒരാൾ എൻ്റെ മുമ്പിൽ അബ്രഹാം പിതാവോ മോശയോ ഏലിയാവോ ഒക്കെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് വലിയ അഭിമാനം തോന്നി, വലിയ ആദരവ് തോന്നി എന്നൊക്കെയാണ് വിക്ടോറിയ രാജ്ഞി അഭിമുഖത്തെ പറ്റി പറയുന്നത്. അങ്ങനെ വന്ന പാത്രികീസ് ബാവ മാത്യു തിരുവിതാംകൂർ സർക്കാരിൽ ഇടപെടുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് മാത്യു അത്താനാസിയോസിന് ലഭിച്ചതായ തിരുവെഴുത്ത് വിളംബരം അതോടുകൂടി റദ്ദാക്കപ്പെട്ടു. എങ്ങനെയാ ഇങ്ങനെ ഒറ്റവാക്കി പറയുന്നേ? മാത്യൂസ് മാർ അത്താനാസിയോസിന് ലഭിച്ച തിരുവെഴുത്ത് വിളംബരം റദ്ദാകണമെങ്കിൽ പത്രോസ് പാത്രികീസ് ബാവ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഈ പുലിക്കോട്ടിലെ തിരുമേനിക്ക് പോയി അങ്ങോട്ട് ഇടപെട്ടാ പോരായിരുന്നോ? അതിന് പുലിക്കോട്ട് തിരുമേനി തിരുവിതാംകൂർ സർക്കാരിൽ പോയി ഇടപെടാഞ്ഞത് ഈ പത്രോസ് പാത്രികീസ് ബാവ വന്ന് ഇടപെട്ടപ്പോൾ എങ്ങനെയാച്ചാ ഇത് മാറ്റം ഉണ്ടായി? അച്ഛാ സത്യസന്ധമായിട്ട് പറയണം ചരിത്രം. സത്യസന്ധ. ദിസ് ചർച്ച് ബിലോങ് ടു ദ ത്രോൺ ഓഫ് ആന്റിയോക്ക്. പരിശുദ്ധ സിംഹാസനത്തിന്റെ സഭയാണ്. അത്ര വേഗമാണ് താളുകൾ മറിച്ചിട്ട് അച്ഛൻ ചാടി കുതിരി പോകുന്നത് നോക്കിയേ. കള്ളത്തരം പറയുന്നതാ കുഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും തിരുവിതാംകൂർ സർക്കാരിന്റെയും ഒക്കെ പിന്തുണ മാത്യു അത്താനാസിയോസിനായിരുന്നു. അപ്പോൾ മാത്യു അത്താനാസിയോസുമായിട്ട് എതിർക്കാനായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ പുലിക്കോട്ടിൽ ദിവനാസിയോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ മലങ്കര സഭയിലെ വലിയ വിഭാഗം ആളുകൾ ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ട് അവർ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ പാത്രികീസ് ബാവയെ മലങ്കര പാത്രികീസ് ബാവയെ ഇൻവൈറ്റ് ചെയ്യാൻ ഒത്തിരി പേരൊന്നും വേണ്ട, ഒരു കത്തയച്ചാൽ പോലെ. ഇദ്ദേഹം ആ പറയുന്ന തോണെയാണ് വലിയ വിഭാഗം ഒന്നിച്ചു നിന്ന് പാത്രികീസിനെ വടം കെട്ടി ഇറക്കായിരുന്നു. ഒരു കത്തയച്ചതല്ലേ ഉള്ളൂ, ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു. മലങ്കരയിലേക്ക് ക്ഷണിക്കാം. അങ്ങനെയാണ് 1875 പരിശുദ്ധ പാത്രികീസ് ബാവ പത്രോസ് മൂന്നാമൻ പാത്രികീസ് ബാവ മലങ്കര സഭയിൽ എത്തുന്നത്. ദിവനാസിയോസിന്റെ കൂടെ അങ്ങനെയല്ലോ അച്ഛാ, അങ്ങനെയാണ് പത്രോസ് പാത്രികീസ് ബാവ മലങ്കരയിൽ എത്തുന്നത്. കേട്ടല്ലോ, കള്ളത്തരമാണ് അച്ഛൻ പറയുന്നത് സത്യം. പക്ഷെ ഇത് ഭാഗികമാണ്. 1874 പത്രോസ് പാത്രികീസ് ബാവയ്ക്ക് മലങ്കരയിൽ നിന്ന് കത്ത് കിട്ടുമ്പോൾ അന്ന് പത്രോസ് പാത്രികീസ് ബാവയുടെ പ്രായം 74 വയസ്സ്. നിങ്ങൾ ഇന്ന് ഓർക്കണം, ഇന്നിപ്പോ 74 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല ചുരുക്കൊടൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അന്നത്തെ ആരോഗ്യ പരിചരണവും അന്നത്തെ ഈ വൈദ്യശാസ്ത്ര രംഗവും ഒക്കെ നമുക്കറിയാം. വളരെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ സിറിയ, തുർക്കി അവിടെയൊക്കെ വികസിതമായ ഒരു വൈദ്യശാസ്ത്ര ശാഖയോ പാരമ്പര്യമോ ചികിത്സാ വിധികളോ ഒന്നുമില്ല. കേരളത്തിൽ ആയുർവേദമുണ്ട്. അതുപോലെ തുല്യമായ ഒരു വികസിതമായ ഒരു ചികിത്സാ ശാഖയൊന്നും അവിടെയൊന്നും ഇല്ല. വളരെ ചുരുക്കമായിട്ട് വല്ല നീറ്റ് മരുന്നൊക്കെ ഇച്ചിരി കഴിച്ചൊക്കെ ഇരിക്കുന്ന. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ, അതുപോലെയുള്ളൊരു പരിതസ്ഥിതിയിൽ 74 വയസ്സുള്ള വന്യവയോധികനായ പാത്രികീസ് ബാവയുടെ കയ്യിലിട്ടാണ് ഈ വലിയ കുഴപ്പം പിടിച്ച കേസിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞൊരു കത്തിയില്ല. ഇവിടെ ഈ നിത്യനരകം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിത്യനരകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പൂയോദകം എന്ന നരകത്തിലോ കുംഭീഭാഗം എന്ന നരകത്തിലോ ഒരു 10,000 വർഷം പീഡ അനുഭവിക്കാനുള്ള അപരാധമാണ് അച്ഛൻ ഈ ചെയ്യുന്നത്. എന്തൊരു പാപം അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ചുമ്മാ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഈ 74-ാമത്തെ വയസ്സിൽ പത്രോസ് പാത്രികീസ് ബാവയ്ക്ക് മലങ്കരയിൽ നിന്ന് കത്ത് കിട്ടുമ്പോൾ ഇവിടുത്തെ ദുഷ്കരമായ സാഹചര്യങ്ങളെ പറ്റി ഗ്രഹിച്ചറിഞ്ഞ പാത്രികീസ് ബാവയ്ക്ക് മനസ്സിലായി താൻ മലങ്കരയിലോട്ട് ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ അദ്ദേഹം വളരെ ദീർഘകരവും ക്ലേശകരവുമായ ക്ലേശപൂർണമായ ഒരു യാത്ര ഇംഗ്ലണ്ടിലേക്ക് നടത്തി. ഇംഗ്ലണ്ടിൽ വളരെ ദുഷ്കരമായ പ്രതികൂലമായ കാലാവസ്ഥയിൽ, നിങ്ങൾക്കറിയാം, തുർക്കിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലണ്ടിൽ മാസങ്ങളോളം കാത്തു കിടന്നു. അവിടെ ആദ്യം പോയി കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും എല്ലാം നിഷേധാത്മകമായിരുന്നു. ക്ഷമാപൂർവ്വം കാത്തിരുന്ന അവസാനം വിക്ടോറിയ രാജ്ഞിയുടെ ഒരു കാണുവാനുള്ള അനുവാദം കിട്ടി. അപ്പൊ ആദ്യത്തെ കാഴ്ചയിൽ വിക്ടോറിയ രാജ്ഞിക്ക് വലിയ ഇംപ്രഷൻ തോന്നി. ആ കാഴ്ചയെപ്പറ്റി വിക്ടോറിയ രാജ്ഞി എഴുതിയിരിക്കുന്നത്
പുരാതനമായ നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്ന കഥാപാത്രങ്ങളിൽ ആരോ ഒരാൾ എൻ്റെ മുമ്പിൽ അബ്രഹാം പിതാവോ മോശയോ ഏലിയാവോ ഒക്കെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് വലിയ അഭിമാനം തോന്നി, വലിയ ആദരവ് തോന്നി എന്നൊക്കെയാണ് വിക്ടോറിയ രാജ്ഞി അഭിമുഖത്തെ പറ്റി പറയുന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് റീസെന്റ് മരിച്ചു പോയിരുന്നു. 2 years മുമ്പ് മരിച്ചതാണ്. അപ്പൊ അതിന്റെ വലിയ ആഘാതത്തിൽ ഡിപ്രഷനിലും മൗനിയായി പോയിരുന്നു വിക്ടോറിയ രാജ്ഞി. വലിയ ദുഃഖത്തിലായിരുന്നു. അത്ര സ്നേഹമുള്ള കപ്പിൾസ് ആയിരുന്നു. അപ്പൊ ആ വലിയ ദുഃഖത്തിന്റെ ബന്ധനത്തിൽ ഇരുന്ന വിക്ടോറിയ രാജ്ഞിക്ക് പാത്രിക്കീസിന്റെ സന്ദർശനം വലിയ ആശ്വാസം നൽകി. മരിച്ചുപോയവരെ പറ്റിയുള്ള സുറിയാനി സഭയുടെ വിശ്വാസത്തെ പറ്റി പാത്രിക്കീസ് വിക്ടോറിയ രാജ്ഞിയെ പറഞ്ഞ് കേൾപ്പിച്ചു. വിക്ടോറിയ രാജ്ഞി അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും അത്യാദരവോടുകൂടിയും പത്രോസ് പാത്രിക്കീസിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചു. മരിച്ചവർ എന്നേക്ക് മരിക്കുന്നില്ല എന്നും അവരുടെ ആത്മാവ് സജീവരാണ് എന്നും ഒക്കെയുള്ള പാത്രിക്കീസിന്റെ ആശ്വാസ വചനങ്ങൾ വിക്ടോറിയ രാജ്ഞിയെ വളരെ സന്തോഷിപ്പിച്ചു. വിക്ടോറിയ രാജ്ഞി തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പാത്രിക്കീസ് ബാവയോട് ആവശ്യപ്പെട്ടു. സുറിയാനിക്കാരുടെ ക്രമം അനുസരിച്ച് പരേതർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന വിക്ടോറിയ രാജ്ഞിയുടെ ഹസ്ബൻഡിന് വേണ്ടി നടത്തി പാത്രിക്കീസ് ബാവ പോന്നു. വീണ്ടും ആ സന്ദർശനത്തിൽ സംപ്രീതിയായ രാജ്ഞി ഒരിക്കൽ കൂടെ തനിക്ക് അഭിമുഖം അനുവദിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം പത്രോസ് പാത്രിക്കീസ് ബാവ വിക്ടോറിയ രാജ്ഞിയെ കാണുന്ന സമയത്ത് കൊട്ടാരം ചിത്രകാരനെ കൊണ്ട് പത്രോസ് പാത്രിക്കീസ് ബാവയുടെ ഒരു ഛായാചിത്രം വരപ്പിച്ച് അവിടെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു. ആ ചിത്രം ഇംഗ്ലണ്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ പത്രോസ് പാത്രിക്കീസ് ബാവ വിക്ടോറിയ രാജ്ഞിയെ എല്ലാ തരത്തിലും ആദരിക്കുകയും അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്, ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യത്തെക്കുറിച്ച് പറയുകയും ഇദ്ദേഹത്തിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിൽ നിന്നൊരു കൽപ്പനയും സമ്പാദിച്ചു. ഒരു പ്രിന്റിംഗ് പ്രസ്സും ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. ബോംബെ വഴി പൂനെ വഴി വളരെ ക്ലേശകരമായിട്ട് മലങ്കരയിൽ എത്തുകയാണ്. അപ്പൊ തനിക്ക് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിന്ന് കിട്ടിയ കത്ത് ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെ തനിക്ക് അനുകൂലമാക്കുകയും അങ്ങനെ പാത്രിക്കീസ് ബാവ എഴുന്നള്ളി വരുമ്പോൾ തിരുവിതാംകൂർ സർക്കാരും പാത്രിക്കീസിന് അനുകൂലമായി ചായുകയും അങ്ങനെ പാത്രിക്കീസിന്റെ സന്ദർശനം നിമിത്തം മലങ്കരയെ ഗ്രസിച്ചിരുന്ന നവീകരണ ഭൂതത്തെ കുറെയൊക്കെ നിഷ്കാസനം ചെയ്യുവാനും മലങ്കര സഭയെ ഒരു പരുന്തിന്റെ കയ്യിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുന്ന പോലെ ഞാൻ മുമ്പൊരിക്കൽ ലൈവിൽ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു പരുന്തിന്റെ കയ്യിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ ആന പിടിച്ചെടുത്ത കരിമ്പിനെ തിരിച്ചു വലിച്ചെടുക്കുക. നിങ്ങൾക്ക് പറ്റുമോ? ആന എടുത്ത കരിമ്പിനെ തിരിച്ചു പിടിക്കുക. അതുപോലത്തെ ശ്രമകരമായിരുന്നു ആ ഹിമാലയൻ ടാസ്ക് ആണ് 76 വയസ്സുള്ള പത്രോസ് പാത്രിക്കീസ് ബാവ ചെയ്യുന്നത്. അപ്പൊ മലങ്കരയിൽ പത്രോസ് പാത്രിക്കീസ് വരുമ്പോൾ 76 years old. നിങ്ങൾ ചിന്തിക്കണം, ആ വൃദ്ധനായ പാത്രിക്കീസിനെ പറ്റിയാണ് ഇദ്ദേഹം ഇരുന്ന് തോന്നിയാസം പറയുന്നത്. ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് പാത്രിക്കീസിന്റെ താല്പര്യം, പാത്രിക്കീസിന് എന്ത് താല്പര്യം? തന്റെ ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞു. ഏറിയാൽ മാസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ആയുസ് അവശേഷിക്കുന്ന വന്യവയോധികനായ ഒരു വൃദ്ധനായ മനുഷ്യൻ എന്ത് സ്വാർത്ഥ താല്പര്യം നടത്തിയെന്ന എമ്മോ ജോണച്ചൻ ഇരുന്ന് ഈ പറയുന്നേ. എമ്മോ ജോണച്ചന് ആളുകളുടെ ഇടയിൽ ഒരു ഇമേജും പ്രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം തോന്നിവാസം പറഞ്ഞത് ഇല്ലാണ്ടാക്കരുത്. അച്ഛൻ പറയുന്നത് തെറ്റാ. അച്ഛ വളരെ മോശമായ കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. കേട്ടോണം, എത്ര വിഷലിപ്തമായ നാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആളുകളെ ശക്തിപ്പെടുത്തുക, നവീകരണത്തിനെതിരായി മലങ്കര സഭയെ ശക്തിപ്പെടുത്തുക, ഇതായിരുന്നു പാത്രിക്കീസ് ബാവയുടെ പ്രധാനപ്പെട്ട സന്ദർശന ഉദ്ദേശം എന്ന് പറയുന്നു. അങ്ങനെ വന്ന പാത്രിക്കീസ് ബാവ തിരുവിതാംകൂർ സർക്കാരിൽ ഇടപെടുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് മാത്യൂസ് അത്താനാസ്യോസിന് ലഭിച്ചതായ തിരുവെഴുത്ത് വിളംബരം അതോടുകൂടി റദ്ദാക്കപ്പെട്ടു. മലങ്കര സഭയിലെ പള്ളികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റവാക്കി പറയുന്നേ, മാത്യൂസ് മാർ അത്താനാസ്യോസിന് ലഭിച്ച തിരുവെഴുത്ത് വിളംബരം റദ്ദാകണമെങ്കിൽ പത്രോസ് പാത്രിക്കീസ് ബാവ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഈ പുലിക്കോട്ടിലെ തിരുമേനിക്ക് പോയി അങ്ങോട്ട് ഇടപെട്ടാ പോരായിരുന്നോ? അതിന് പുലിക്കോട്ട് തിരുമേനി തിരുവിതാംകൂർ സർക്കാരിൽ പോയി ഇടപെടാഞ്ഞത് ഈ പത്രോസ് പാത്രിക്കീസ് ബാവ വന്ന് ഇടപെട്ടപ്പോൾ എങ്ങനെയാ അച്ഛാ ഈ മാറ്റം ഉണ്ടായേ? അച്ഛാ സത്യസന്ധമായിട്ട് പറയണം ചരിത്രം. സത്യസന്ധ. ദിസ് ചർച്ച് ബിലോങ് ടു ദ ത്രോൺ ഓഫ് ആന്റിയോക്ക്. പരിശുദ്ധ സിംഹാസനത്തിന്റെ സഭയാണ്. എത്ര വേഗമാണ് താളുകൾ മറിച്ചിട്ട് അച്ഛൻ ചാടി കുതറി പോകുന്നു നോക്കിക്കേ. കള്ളത്തരം പറയുന്നുണ്ടോ കുനിഞ്ഞിരിക്കുന്നത്? അച്ഛൻ നേരെ നോക്കി സംസാരിക്കച്ചാ.